ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ NMMSൻ്റെ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുകയായി അല്ലേ? അപ്പോൾ NMMSൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് എന്ത് ചെയ്യണം? N-School ലേണിംഗ് ആപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള യൂസർ ID പാസ്വേഡ് അവൈലബിൾ ആവണമല്ലേ? അപ്പോൾ യൂസർ ID പാസ്വേഡ് അവൈലബിൾ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മെൻഡർ നിങ്ങൾക്ക് അയച്ചു തന്ന ഈ ഒരു രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു റൈറ്റപ്പിൽ രജിസ്ട്രേഷൻ ലിങ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങളുടെ മെൻഡർ നിങ്ങൾക്ക് ഇതുപോലെ റൈറ്റപ്പ് അയച്ചു തന്നിട്ടില്ലേ? ഈ റൈറ്റപ്പിൽ നിങ്ങളുടെ യൂസർ ID യും പാസ്വേഡും ലഭ്യമാകുന്നതിന് ഈ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണമെന്ന് പറയുന്നത് കണ്ടോ? അതിന് താഴെ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഫോമാണ് വരിക. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻറോൾമെൻറ്റ് നമ്പർ എന്നുള്ള ഭാഗത്ത് NMMS 2025 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പേര് എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങളുടെ ഏജ് എത്ര വയസ്സായി നിങ്ങൾക്ക് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ DOB ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇവിടെ കൊടുക്കാൻ പോണത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ നിങ്ങളുടെ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ മെയിൽ ID, നിങ്ങൾക്ക് ഇതിലൊരു മെയിൽ ID ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. മെയിൽ ID കൊടുക്കുക. അതുപോലെ ഒരു ഫോൺ നമ്പർ. ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്ന 8590222753 എന്ന നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നിങ്ങളുടെ ഗാർഡിയൻ്റെ പേര് കൊടുക്കുക. ദെൻ സെലക്ട് സ്കൂൾ. ഇവിടെ ഒരുപാട് സ്കൂളുകളുടെ പേരുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്കൂളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ സ്കൂൾ ഇതിലില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് അതേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അല്ല നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഇവിടെ ഉണ്ട് വെച്ചാൽ നോക്കിയെടുക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ഒരു സ്കൂളിൻ്റെ പേര് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ദെൻ കോഴ്സ് അത് ഓൾറെഡി അവിടെ ഉണ്ടായിരിക്കും. ദെൻ നിങ്ങളുടെ മെൻഡർ നെയിം ഇവിടെ വിജിഷ എന്നുള്ള ഭാഗത്താണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. എൻ്റെ മെൻഡറുടെ പേര് വിജിഷ എന്നാണ്, അതുകൊണ്ട് ഞാൻ വിജിഷ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ നിങ്ങളുടെ മെൻഡറുടെ പേര് ഇതിലുണ്ടായിരിക്കും. ആരാണോ നിങ്ങളുടെ മെൻഡർ വെച്ചാൽ മെൻഡറെ സെലക്ട് ചെയ്യുക. ദെൻ സേവ് സ്റ്റുഡൻറ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് ഫോൺ നമ്പറിൻ്റെ അവിടെ ദ കോൺടാക്ട് നമ്പർ ഹാസ് ഓൾറെഡി ബി ടേക്കൺ എന്ന് കാണിക്കുകയാണെങ്കിൽ കോൺടാക്ട് നമ്പറിൻ്റെ മുമ്പിൽ 0 ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇങ്ങനെ തന്നെ വരികയാണ് എങ്കിൽ എന്ത് ചെയ്യുക? ആ 0 ഒഴിവാക്കിയിട്ട് 91 കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് വന്നു ഡിയർ സ്റ്റുഡൻസ്, യുവർ രജിസ്ട്രേഷൻ വിത്ത് N-School ഹാസ് ബീൻ സക്സസ്ഫുൾ എന്ന് കാണിച്ചു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ രജിസ്ട്രേഷൻ്റെ പരിപാടികളെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ യൂസർ ID പാസ്വേഡ് അവൈലബിൾ ആവുക? നിങ്ങളുടെ മെൻഡറാണ് നിങ്ങൾക്ക് യൂസർ ID പാസ്വേഡും തരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എനിവേ താങ്ക് യു.